ഒരു വിവാദം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ദയവായി ഈ വീഡിയോയുടെ താഴെ വന്ന ആര് വിവാദങ്ങൾ ഉണ്ടാക്കും. ബ്രാഹ്മണൻ പൂജിച്ചുകൊണ്ടിരിക്കുന്ന അമ്പലമാണെങ്കിൽ ബ്രാഹ്മണനെ മാറ്റി SC/ST വെച്ചു, അല്ലെങ്കിൽ SC/ST പൂജിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ബ്രാഹ്മണനെ വെച്ചു, അല്ലെങ്കിൽ അങ്ങോട്ടിങ്ങോട്ട് വീഴവാസ് പൂജിക്കുന്ന സ്ഥലത്ത് നായരെ വെച്ചു. അങ്ങനെ ഒരു മാറ്റം. ക്ഷേത്രത്തിനകത്ത് കയറി തൊഴുന്നത് കൊണ്ട് മാത്രം നമുക്ക് നവോത്ഥാനമാകില്ല. ക്ഷേത്ര പൂജ നടത്തുന്നതിലും ഒരു റിസർവേഷൻ വേണം എന്നുള്ള സങ്കല്പത്തിൽ പറയുന്നുണ്ട്. ഇപ്പോഴും ബ്രാഹ്മണർ മാത്രമാണ് പൂജ നടത്തുന്നത് എന്നുള്ളതാണ് ഒരു വാദമായി പറയുന്നത്. അതുകൊണ്ട് ക്ഷേത്രത്തെ നമ്മൾ കാണേണ്ടത് മറ്റ് വിഷയങ്ങളിലെ നവോത്ഥാന വിഷയങ്ങളെ കാണുന്നത് പോലുള്ളൊരു ഇടമല്ല ക്ഷേത്രം. എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആളുകളെയും സെലക്ട് ചെയ്ത് എന്ത് ചെയ്യണം, സ്വാമിമാരാക്കാനൊക്കെ വിളിച്ചുകൊണ്ട് വരണം. അതൊരു അത്യാവശ്യമുള്ള കാര്യമാണ്. നമസ്കാരം. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് സ്പിരിച്വൽ സയൻറ്റിസ്റ്റായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസാണ്. ഇന്നത്തെ കേരള കൗമുദിയിലൊരു ലേഖനം കാണുവാൻ ഇടയുണ്ടായി. ശിവഗിരി സ്വാമിയുടെ ക്ഷേത്ര പൂജകളുമായി ബന്ധപ്പെട്ടും ഈ ശിവരാത്രി ഉത്സവവുമായി ബന്ധപ്പെട്ടൊക്കെ ഇതിനെ എങ്ങനെ നോക്കുക? നമസ്കാരം. ആദ്യമേ തന്നെ ശിവഗിരി മഠാധിപതിക്ക് ഒരു പ്രണാമം. വളരെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു വിവാദം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ദയവായി ഈ വീഡിയോയുടെ താഴെ വന്ന ആര് വിവാദങ്ങൾ ഉണ്ടാക്കുക. ഇന്ന് ക്ഷേത്ര പൂജകളെ ശിവരാത്രിയെക്കുറിച്ചും മഹാശിവരാത്രിയുടെ സങ്കല്പങ്ങളെക്കുറിച്ചും ശൈവ സിദ്ധാന്തത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശാലമായ ഒരു ആർട്ടിക്കിളാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്. അതിനകത്ത് ശിവഗിരി മഠാധിപതി പറയുന്നത് ക്ഷേത്ര പൂജകളെ സംബന്ധിച്ച് കൂടി പറയുന്നുണ്ട്. ക്ഷേത്രത്തിനകത്ത് കയറി തൊഴുന്നത് കൊണ്ട് മാത്രം നമുക്ക് നവോത്ഥാനമാകില്ല. ക്ഷേത്ര പൂജ നടത്തുന്നതിലും ഒരു റിസർവേഷൻ വേണം എന്നുള്ള സങ്കല്പത്തിൽ പറയുന്നുണ്ട്. ഇപ്പോഴും ബ്രാഹ്മണർ മാത്രമാണ് പൂജ നടത്തുന്നത് എന്നുള്ളതാണ് ഒരു വാദമായി പറയുന്നത്. എന്നാൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണരല്ലാത്തവരും പൂജ നടത്തുന്നുണ്ട്. അത് വേറൊരു കാര്യം. പക്ഷേ നമുക്ക് 1972 തന്ത്രവിദ്യ പഠിക്കുവാനുള്ള സ്ഥാപനം ആലുവയിൽ വന്നു. പിന്നെ പത്തനംതിട്ടയിലുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും തന്ത്രവിദ്യ പഠിക്കാൻ, പൂജാതി കാര്യങ്ങൾ പഠിക്കുവാനുള്ള സ്ഥാപനങ്ങളുണ്ട്. 6-7 വർഷം കോഴ്സ്, പലയിടത്തും പല വർഷങ്ങൾ, ചിലയിടത്ത് 1 വർഷം, അങ്ങനെ 7 വർഷം വരെ പല രൂപത്തിലുള്ള കോഴ്സുണ്ട്. ഈ കോഴ്സ് പഠിക്കാൻ എല്ലാവർക്കും പഠിക്കാം. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക്, ഏത് സമുദായത്തിൽപ്പെട്ടവർക്കും പഠിക്കാം. പക്ഷേ പഠിച്ചിറങ്ങിയതിന് ശേഷം, അവർ തന്ത്രവിദ്യ പഠിച്ചിറങ്ങിയ ശേഷമാണ് എനിക്ക് സ്വാമിജിയോട് വിയോജിപ്പുള്ളത്. പഠിച്ചിറങ്ങിയതിന് ശേഷം പൂജയ്ക്ക് നിയന്ത്രിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ബ്രാഹ്മണൻ പൂജിച്ചുകൊണ്ടിരിക്കുന്ന അമ്പലമാണെങ്കിൽ ബ്രാഹ്മണനെ മാറ്റി SC/ST വെച്ചു, അല്ലെങ്കിൽ SC/ST പൂജിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ബ്രാഹ്മണനെ വെച്ചു, അല്ലെങ്കിൽ അങ്ങോട്ടിങ്ങോട്ട് വീഴവാസ് പൂജിക്കുന്ന സ്ഥലത്ത് നായരെ വെച്ചു. അങ്ങനെ ഒരു മാറ്റം ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യരുത്. കാരണം അമ്പലം എന്ന് പറയുന്നത് എന്താണ്? അമ്പലത്തിൻ്റെ പൂജ എന്ന് പറയുന്നത് താന്ത്രിക വിദ്യ അനുസരിച്ച് വളരെ ഗൗരവമായി നടക്കേണ്ടതാണ്. അവിടെ മെരിറ്റാണ് പ്രധാനം. ഏറ്റവും കൂടുതൽ താന്ത്രിക വിദ്യ പഠിച്ചിട്ടുള്ള, പൂജാതി കർമ്മങ്ങൾ പഠിച്ചിട്ടുള്ള ആരായാലും അവരെ ജാതി നോക്കാതെ ഇവിടെ പോസ്റ്റ് ചെയ്യണം, അമ്പലത്തിൽ പോസ്റ്റ് ചെയ്യണം, സ്വാമിയെപ്പോലുള്ള ആൾ. എന്നാൽ സ്വാമിജി പറയേണ്ടത് ഈ തന്ത്രവിദ്യ പഠിക്കാൻ ആര് പോകണം? എല്ലാവരും പോകണം. ഇപ്പോൾ കുറച്ച് പേരെ കൂടി കൂടുതൽ പോകണം. ഇപ്പോൾ കുറച്ച് പേരെ പോകുന്നുള്ളെങ്കിൽ പട്ടികജാതി പട്ടിക വിഭാഗക്കാർ, പിന്നോക്ക വിഭാഗക്കാരൊക്കെ കുറച്ച് പേരെ പോകുന്നുള്ളെങ്കിൽ അത് കൂടുതൽ പോകണം. വേണമെങ്കിൽ ഈ തന്ത്രവിദ്യ പഠിപ്പിക്കാനുള്ള സ്ഥാപനം ആർക്ക് തുടങ്ങാം? ശിവഗിരിക്കാർക്ക് തുടങ്ങാം. തുടങ്ങിയിട്ട് എന്ത് ചെയ്യാം? ഒരുപാട് ആളുകളെ പഠിപ്പിക്കാം. പക്ഷേ എത്ര പേരെ പഠിപ്പിച്ചാലും അമ്പലത്തിൽ എന്താണ് പൂജ നടത്തുന്നത് ആരായിരിക്കണം? ഏറ്റവും മെരിറ്റ്. അത് ആ തന്ത്രവിദ്യകൾ അങ്ങനെയാണല്ലോ. നമ്മുടെ സർക്കാരിലും അങ്ങനെയാണല്ലോ, എല്ലാ സ്ഥലത്തും അങ്ങനെയാണല്ലോ. മെരിറ്റ് ഒരു പ്രധാന ഘടകമാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് തന്ത്രവിദ്യകളും പൂജകളും ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അരുവിപ്പുറത്ത് ശിവക്ഷേത്രം വെച്ചു, ശിവൻ്റെ പ്രതിഷ്ഠ വെച്ചു ഗുരുദേവൻ. പക്ഷേ ഒരു കാര്യം, യാഥാർത്ഥ്യമേ നമ്മുടെ മുന്നിലുണ്ട്. തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലാണ് ഏറ്റവും കൂടുതൽ ഭക്തർ ഒരു വർഷം പോകുന്നത്. ഇനി അതിലും വേറെ കഥയുണ്ട്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രം തന്നെ 2 ഉണ്ട്. പഴയ ശ്രീകണ്ഠേശ്വര ക്ഷേത്രമുണ്ട്, ഇപ്പോഴത്തെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രമുണ്ട്. പഴയ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ SME സ്കൂളിൻ്റെ അടുത്താണ്, തിരുവനന്തപുരത്ത്. അവിടെ വളരെ കുറച്ച് പേരെ പോകാറുള്ളൂ, നാമമാത്രമായ ആളുകളെ എവിടെ പോകാറുള്ളൂ? പഴയ ശ്രീകണ്ഠേശ്വരത്തിൽ പോകാറുണ്ട്. അവിടെ എഴുതി തന്നെ വെച്ചിട്ടുണ്ട് പഴയ ശ്രീകണ്ഠേശ്വരം എന്നാണ്. പുതിയ ശ്രീകണ്ഠേശ്വരത്താണ് ആര് പോകുന്നത്? കൂടുതൽ ആളുകൾ പോകുന്നത്. എല്ലാ സ്ഥലത്തും അയ്യപ്പനുണ്ട്. ശബരിമല അയ്യപ്പനെ കാണാനാണ് കൂടുതൽ ആളുകൾ പോകുന്നത്. എല്ലായിടത്തും ഗുരുവായൂരപ്പൻ, കൃഷ്ണനെ വിഗ്രഹം പല അമ്പലങ്ങളിലും ഉണ്ട്, വിഷ്ണുവിൻ്റെ വിഗ്രഹം. എല്ലാവരും കാണാൻ പോകുന്നത് ആരെയാണ്? ഗുരുവായൂരപ്പനാണ് കൂടുതൽ കാണാൻ പോകുന്നത്. തിരുപ്പതിയിലാണ് ആളുകൾ കൂടുതൽ പോകുന്നത്. അതുകൊണ്ട് ക്ഷേത്രത്തെ നമ്മൾ കാണേണ്ടത് മറ്റ് വിഷയങ്ങളിലെ നവോത്ഥാന വിഷയങ്ങളെ കാണുന്നത് പോലുള്ളൊരു ഇടമല്ല ക്ഷേത്രം. അത് പൂജയുടെ, ആചാരത്തിൻ്റെയൊക്കെ അനുഷ്ഠാനങ്ങളുടെ ഒരു സ്ഥലമാണ്. അവിടെ ഏറ്റവും കൂടുതൽ മെരിറ്റുള്ള, ഏറ്റവും കൂടുതൽ തന്ത്രവിദ്യ പഠിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ പൂജാതി കർമ്മങ്ങൾ പഠിച്ചിട്ടുള്ള വ്യക്തി ആയിരിക്കണം തീർച്ചയായിട്ടും. അതിൻ്റെ കാരണം എന്താണ്? പോറ്റി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൂടി കൊണ്ടാണ്, പൂജാതി കർമ്മങ്ങളുടെ സത്യസന്ധതയും പൂജാതി കർമ്മങ്ങളിലുണ്ടാകുന്ന ആത്മാർത്ഥതയും കൂടി കൊണ്ടാണ്
ആ ക്ഷേത്രത്തിന് ചൈതന്യം വർദ്ധിക്കുന്നു എന്നതാണ് വിശ്വാസം. നമ്മുടെ ഹൈന്ദവ വിശ്വാസം അതാണ്. ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഇരുന്ന് പറഞ്ഞാലല്ല, മന്ത്രം ആരെങ്കിലും ഇരുന്ന് ഒരു യാന്ത്രികമായി പറയുന്നിടത്തല്ല ചൈതന്യം കൂടുന്നത്, ഊർജ്ജം കൂടുന്നത്. ഇതാണ് വിശ്വാസം. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരു മാറ്റം ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ രണ്ടാമത് ഗുരുദേവൻ വെച്ചിട്ടുള്ള രണ്ടാമത്തെ ക്ഷേത്രമാണ് മണ്ണന്തല. വളരെ കുറച്ച് ആളുകളെ അവിടെ പോകാറുള്ളൂ. എന്തുകൊണ്ട് പോകുന്നില്ല? തീർത്ഥാടന സമയത്ത് പോലും ആളുകൾ ഒരുപാട് പോകാറില്ല അവിടെ. ശിവഗിരി തീർത്ഥാടന കാലത്ത് പോലും മണ്ണന്തല ക്ഷേത്രത്തിൽ വളരെ കുറച്ച് പേരെ പോകാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കോലത്തുകര ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഗുരുദേവൻ വെച്ച ക്ഷേത്രങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകുന്നത് നല്ലതല്ല. പിന്നെ മറ്റൊരു കാര്യം ചെയ്യാവുന്നത്, ഇപ്പോൾ ശിവഗിരി മഠത്തിലായാലും പിന്നെ മറ്റ് സംവിധാനങ്ങളിലായാലും എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആളുകളെയും സെലക്ട് ചെയ്ത് എന്ത് ചെയ്യണം, സ്വാമിമാരാക്കാനൊക്കെ വിളിച്ചുകൊണ്ട് വരണം. അതൊരു അത്യാവശ്യമുള്ള കാര്യമാണ്. ഇത് വിവാഹത്തിന് പറഞ്ഞതല്ല, അത് അത്യാവശ്യമാണ്, ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ, പിന്നോക്ക ഭാഗം അതിലുള്ളവരെയും സ്വാമിമാരായി ഉയർത്തിക്കൊണ്ട് വരണം. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. പണ്ട് കാലത്താണല്ലോ ശൂദ്രൻ വേദം പഠിക്കാൻ ചെന്നപ്പോൾ ഈയം ഒഴിച്ചെന്നൊക്കെ പറയുന്നത്. ഉള്ളത് ശരിയായാലും തെറ്റായാലും അങ്ങനെ ഒരു വാദം കേൾക്കുന്നുണ്ട്. ഇപ്പം വേദം തുറന്നു കിടക്കുകയല്ലേ, സകല പേർക്കും പഠിക്കാമല്ലോ. ഇപ്പം ആർക്കും ഒരു എതിർപ്പില്ലല്ലോ വേദം പഠിക്കാൻ. മാത്രമല്ല മലയാളത്തിൽ ഒരുപാട് പുസ്തകം ഉണ്ടല്ലോ, ഇപ്പോൾ ധാരാളം പുസ്തകം മലയാളത്തിലുണ്ട്. സംസ്കൃതം പഠിക്കാതെ തന്നെ വേദം പഠിക്കാം, ഉപനിഷത്ത് പഠിക്കാം. താല്പര്യമുള്ളവരും അത് പഠിക്കുക. അപ്പോൾ അത് പഠിക്കുന്നതിന് പകരം പണ്ട് ഞങ്ങൾക്ക് പഠിക്കാൻ അവസരം തന്നില്ല എന്ന് ആരെങ്കിലും പറയുമ്പോൾ അത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ടി വരും. പണ്ട് പഠിക്കാൻ അവസരം തരാത്തത് കൊണ്ട് ഇന്ന് ആ പഠനത്തെ തന്നെ, പഠനശാഖയെ തന്നെ നമുക്ക് എതിർത്ത് കളയാം എന്നല്ല പറയേണ്ടത്. പണ്ട് പഠിക്കാൻ അവസരം തന്നില്ല, ഇപ്പോൾ പഠിക്കാൻ അവസരം കിട്ടിയപ്പോൾ എല്ലാവരും അത് പഠിക്കൂ, ഇതാണ് സ്വാമിജി പറയേണ്ടത്. എല്ലാവരും അത് പഠിച്ചതിന് ശേഷം ഏറ്റവും കഴിവുള്ള ആൾ ബ്രാഹ്മണനായാലും അബ്രാഹ്മണനായാലും ആരായാലും, അത് ഈഴവനായാലും നായരായാലും നമ്പൂതിരി ആയാലും പോറ്റിയായാലും, ഏറ്റവും കൂടുതൽ പൂജാതി കർമ്മങ്ങളിൽ കഴിവ് തെളിയിക്കുന്ന ആളിന് എന്ത് കൊടുക്കണം? അഡ്മിഷൻ കൊടുക്കണം അമ്പലത്തിൽ. അല്ലാതെ അമ്പലത്തിനകം എന്ന് പറയുന്ന സ്ഥലം ഇതുപോലുള്ള ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾക്കുള്ള പരീക്ഷണശാലയല്ല. അത് വിശ്വാസമായി ബന്ധപ്പെടുത്തിയിട്ടാണ്, അത് ചൈതന്യമായി ബന്ധപ്പെടുത്തിയിട്ടാണ്, ഓരോ പ്രദേശത്തിൻ്റെയും ഓരോ ക്ഷേത്രത്തിൻ്റെയും സങ്കല്പങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അത് ഇത്തരത്തിലുള്ള സാമൂഹ്യ ചർച്ച ചെയ്തുകൊണ്ടല്ല പലപ്പോഴും മാറുന്നത്. അങ്ങനെയല്ല ഗുരുദേവന് മാറ്റിയത്. ഗുരുദേവൻ ഈഴവ ശിവൻ ശിവനെ വച്ചുകൊണ്ട്, നമ്മുടെ ശിവൻ എന്ന സങ്കല്പത്തിൽ ശിവനെ വച്ചുകൊണ്ടാണ് എതിർത്തത്. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും അമ്പലങ്ങൾ പണിതുകൊണ്ടാണ് ഗുരുദേവൻ എതിർക്കുകയല്ല ചെയ്തത്. അത് എതിർത്തു എന്ന് ഞാൻ പറഞ്ഞ് ശരിയല്ല, എതിർക്കുകയല്ല ചെയ്തത്, അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അവസരം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിന് അതുപോലെ കാര്യങ്ങൾ ചെയ്ത് അവസരമുണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ശിവഗിരി മഠത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു പരിപാടി, ഞാൻ പറഞ്ഞ പോലെ താന്ത്രിക വിദ്യ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ നാട്ടിൽ ഒരുപാട് ഉണ്ടാക്കണം. ഒരു പരമാവധി ആളുകൾ താന്ത്രിക വിദ്യ പഠിക്കട്ടെ. പഠിക്കുന്ന ആളുകളിൽ ഏറ്റവും മിടുക്കരായിട്ട് ആളുകൾ ജാതി മതവും വർഗവും ഒന്നും നോക്കാതെ അതിൻ്റെ എണ്ണം എടുക്കരുത്. അതിൽ എത്ര ബ്രാഹ്മണന്മാർ അമ്പലത്തിലിരിക്കുന്നു, എത്ര പോറ്റിമാരിയിരിക്കുന്നു എന്ന് പറഞ്ഞൊന്നും അത് ചെയ്യുന്നത് ശരിയല്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ക്ഷേത്രമെന്ന് പറയുന്നത്, അത് വിഗ്രഹം എന്നൊക്കെ പറയുന്നത് മറ്റൊരു സങ്കല്പമാണ്. അത് മറ്റൊരു തരത്തിലല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇത് ആചാര്യസഭകളിലും അതുപോലുള്ള മേഖലകളിലുമാണ് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടത്. അത്തരത്തിലൊരു ചർച്ച വന്ന് നമ്മുടെ ക്ഷേത്രങ്ങളിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പൂജ ക്ഷേത്രങ്ങളിൽ, തിരഞ്ഞെടുക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പൂജ ചെയ്യാൻ അവസരം ഉണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിനപ്പുറം ആർക്കും ക്ഷേത്രം ഉണ്ടാക്കാനുള്ള പറ്റും. ഇവിടെ എല്ലാവർക്കും ക്ഷേത്രം ഉണ്ടാക്കാം. ഹിന്ദു വിശ്വാസമനുസരിച്ച് ആർക്ക് വേണം എന്ത് ചെയ്യാം? ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാം. കുലദേവതകളും കുടുംബദേവതകളും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ക്ഷേത്രത്തെ മറ്റൊരു തരത്തിൽ കാണണം. അവിടെ നടത്തേണ്ട ചർച്ച, ഞാനീ പറഞ്ഞുള്ള താന്ത്രിക വിദ്യ എല്ലാവരും, താല്പര്യമുള്ള എല്ലാവരും താന്ത്രിക വിദ്യ പഠിപ്പിക്കുക, എല്ലാ ജാതി മതസ്ഥരെയും പഠിപ്പിക്കുക. അതിന് അവസരം ശിവഗിരിയിൽ നിന്നുണ്ടാകട്ടെ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മിടുക്കരായ ആളുകളെ വേണം, ഏറ്റവും നന്നായി താന്ത്രിക വിദ്യ പഠിച്ച, പൂജാതി കർമ്മങ്ങൾ പഠിച്ചവരാരായാലും സമുദായം നോക്കാതെ അവരെ ഇത് ഏൽപ്പിക്കുക. അത് ഒരു പ്രൊഫഷൻ കൂടിയാണ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കേണ്ടി വരും.